ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്താലേ കറക്റ്റായ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടാ. കണ്ടില്ലേ ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അപ്സ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മൾ കുറച്ചാൾ മുമ്പ് കണ്ടെയ്നറിന്റെ ടയറിലൊരു സബ്ബ കേട്ടിട്ട് ഒരു കിട്ടില്ല സാധനം ചെയ്തായിരുന്നു. അപ്പൊ അധികം പേർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് കണ്ടിട്ട് അധികം പേർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. എന്നാലും കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട്, അതിനെ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമ്മൾ എന്താ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ടി വിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അതായത് ഒരു പഴയ ടി വി എടുത്തിട്ട് ആ പഴയ ടി വിയിലാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ എന്തായാലും ടി വി ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണട്ടെ. കാരണം ടയറിൽ സബ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തായാലും ടി വിയിൽ സബ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും വീട്ടിൽ. ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക വീഡിയോസും ഔട്ട്ഡോർ വീഡിയോസ് ആണ്. അതായത് വീടിന്റെ പുറത്താണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ വെയിലൊക്കെ കൊണ്ടിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ മോറ് കരിവാളിക്കാറുണ്ട്. അപ്പൊ ഇപ്പോഴായപ്പോ അങ്ങനെ സംഭവിക്കാറില്ല. കാരണം ഞാനിപ്പോ ഇത് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ മുസ്താഖിന്റെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് ഓയിലും അതുപോലെ തന്നെ അതിന്റെ കോംബോ ആയിട്ട് മുസ്താഖിന്റെ നോഷൻ ഫേസ് വാഷ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്താ സ്കിന്നിനെ കെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു കോംബോ പാക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഉറങ്ങണേൽ മുന്നായിട്ട് ഹെർബൽ സ്കിൻ ഓയിലിൽ നിന്ന് 2-3 തുള്ളിയിൽ എടുത്തിട്ട് ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മുസ്താഖിന്റെ ഓഷ്യൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് കഴുകി കൊടുക്കുക. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റൂട്ടാ. പിന്നെ ഒരുപാട് ട്രാവലൊക്കെ ചെയ്യണവർക്ക് നല്ല ഉപകാരമായിരിക്കും. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നല്ലോണം പൊടി കിട്ടും. അതുപോലെ തന്നെ നമ്മളെ വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് വയർക്കും. സ്കിന്നിന് മൊത്തത്തിലൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നെസ്സും നമുക്കൊരു എന്താ പറയുക, ഇതിൽ മെന്തോളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഗ്യാസ് വന്നൊരു നല്ലൊരു തണുത്ത ഫീലിംഗ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വെളുത്ത് സുന്ദരന്മാരാവും എന്നല്ല പറയണത്. അതായത് യൂസ് ചെയ്ത് പിന്നെ നല്ല രീതിയിൽ ഫേസിന് ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഉപയോഗിക്കാനായിട്ട് മുമ്പും ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു പിക്ക് കാണിക്കാട്ടാ. കണ്ട, ഇത്രയും മാറ്റം നമുക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ കെമിക്കൽസും കാര്യങ്ങളും അടങ്ങിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്. കാരണം 100% നാച്ചുറൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിൽ കയറിയിട്ട് ഇത് പർച്ചേസ് ചെയ്യാട്ടാ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണട്ടെ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് ഒരു സബ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ബാക്കി ടിവിയുടെ വർക്ക് തുടങ്ങാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടി വി എടുത്ത് വന്നേക്കാണ്. 21 ഇഞ്ചിന്റെ ടി വി ആണ് നമുക്ക് കിട്ടിയേട്ടാ. അപ്പോൾ നമുക്ക് നൈസായിട്ട് അതിന്റെ പൊടിയൊക്കെ തട്ടി കളഞ്ഞിട്ട് നമുക്ക് അഴിക്കണം. അതായത് നമുക്ക് പിക്ചർ ട്യൂബിന്റെ ആവശ്യമില്ല സത്യത്തിൽ. നമുക്ക് ആ ഒരു ബോക്സ്, ഫ്രണ്ടിൽ കാണുന്ന ഒരു ബോക്സും അതുപോലെ തന്നെ ബാക്കിലായ മൂടിയണ്ട ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ മൊത്തം 8 സ്ക്രൂ ആണിട്ടുള്ളൂ. അപ്പോൾ എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുകളിലത്തെ ഒരു പാർട്ട് നമുക്ക് മാറ്റി വെക്കാം. കാരണം പിക്ചർ ട്യൂബ് അഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ആദ്യം ആ ബോർഡ് എടുത്ത് മാറ്റണം. നമുക്ക് ആ ഒരു ബോർഡ് ഇരിക്കണണ്ട ചിപ്പിൻ്റെ, അതൊക്കെ എടുത്ത് മാറ്റണം. അതുപോലെ തന്നെ പിക്ചർ ട്യൂബിന് 4 സ്ക്രൂ ആണ് വരുന്നത്. ആ 4 സ്ക്രൂ നല്ല സ്ട്രോങ് സാധനമാണ്. അപ്പോൾ അതും അഴിച്ച് മാറ്റാണ്. പിക്ചർ ട്യൂബ് അഴിച്ചെടുത്തതിന് ശേഷം ആ ബോർഡ് നൈസായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ പിക്ചർ ട്യൂബ് വെക്കുമ്പോൾ നോക്കി വെക്കണം, വെക്കുമ്പോൾ നോക്കി വെക്കണം. നമുക്ക് ആവശ്യമില്ല സാധനം, എന്നാലും നോക്കി ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടി ആകെ സീനാവും. അപ്പോൾ ദേ നമുക്ക് വേണ്ട പാർട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട് വശവും അതുപോലെ തന്നെ ബാക്കിലായ ഒരു എന്താ അടപ്പും, അത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്.
ഓൾറെഡി നമ്മളെ ടി വി സ്പീക്കർ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ സ്പീക്കർ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ഒരു സ്പീക്കർ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ജസ്റ്റ് നല്ല നന്നായിട്ട് കഴുകിയെടുക്കുക, കാരണം വേസ്റ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അക്രലിക് ബോർഡ് എടുത്തിട്ടുണ്ട് 6 mm ഉണ്ട്. അതായത് നമുക്ക് 12 ഇഞ്ചിൻ്റെ 1200 വാട്ട്സ് JBL അടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു കട്ടി പോരാ, എന്നാലും അത്യാവശ്യം സെറ്റായിട്ട് ഇരുന്നോളും. കണ്ടാ ഇത് ഹോളൊക്കെ ഓൾറെഡി അവിടെ നിന്ന് ഇട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഹോളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ഈ ഭാഗത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ മുകളിൽ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ JBL വെക്കാൻ വേണ്ടിയിട്ട് റൗണ്ടിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. സംഭവം 12 ഇഞ്ചാണ്, എന്നാലും നമ്മൾ കട്ട് ചെയ്തേക്കണ 11 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ അതായത് എന്നാലേ നമുക്ക് ഇത് JBLയിലേക്ക് ഇറക്കി വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. പുറത്ത് 12 ഇഞ്ചും വരും, കറക്റ്റ് സെറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് TV, അതായത് ഈ TV നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതിൻ്റെ അളവ് എടുത്തിട്ടുണ്ടായി ഞാൻ. നമ്മൾ ടിവിയുടെ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ അളവ് എടുത്തിട്ട് സെറ്റായിട്ട് കണ്ടോ, ഫുൾ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, പക്ക സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 45 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്ത്, ഇവിടെ നിങ്ങളുടെ 45 സെൻറ്റിമീറ്റർ, ഇവിടെ 34 സെൻറ്റിമീറ്റർ. എല്ലാവരും അതുപോലെ ഒന്നും ഒരിക്കലും കട്ട് ചെയ്തിട്ട്, കാരണം നമ്മൾ ഈ ഒരു അളവെന്നും പറഞ്ഞിട്ട് പല ടിവിയും പല അളവായിരിക്കും. അപ്പോൾ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്താണ് ചെയ്യാട്ടാ ഗൈസ്. അപ്പോൾ നമുക്ക് TV സ്പ്രേ പെയിന്റ് അടിച്ചു കൊടുക്കണ്ട. ഗ്രേ ആണ് എടുത്തേക്കണ്. ആദ്യം അക്രലിക് ബോർഡ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതുമ്മ ഗ്രേ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് ഭാഗത്ത് കറുത്ത് കിടക്കുന്നുണ്ട്, പല ആലമ്പായിട്ട് കിടന്നിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് സ്പ്രേ പെയിന്റ് അടിക്കാട്ടാ, കുറച്ച് ഡിസ്റ്റൻസ് ഒന്ന് അടിക്കാം. ഗൈസ്, അപ്പോൾ ഇത് ഓൾറെഡി ടിവിയിൽ ഉണ്ടായ 2 സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഊരെടുത്തുണ്ടായി. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാം. അപ്പോൾ 12 ഇഞ്ച് 1200 വാട്ട്സ് JBL ആണ്, സബ് ഊഫർ ആണ്. അപ്പോൾ ഇതാണ് സാധനം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് തന്നെയാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് അക്രലിക് ബോർഡിന്റെ സ്റ്റിക്കർ നൈസായിട്ട് വിളിച്ചു കളയാട്ടിനി. ഓക്കെ, ആ സ്റ്റിക്കർ വിളിക്കുമ്പോഴേ ഗ്ലാസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ബോർഡ് ഫുൾ ആയിട്ട് വിളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ TV നൈസായിട്ട് ഇങ്ങനെ വെക്കാം. ഇത് നമ്മളെ ഗ്ലാസ് ഒരു വശത്ത് വിളിച്ചിട്ടുണ്ട്, ഒരു വശത്ത് വിളിച്ചിട്ടില്ല കേട്ടോ, ഫുള്ള് കണ്ടാ. പിന്നെ ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് സ്ക്രൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഗ്ലാസും കൂടി, ഇപ്പുറത്തെ സ്റ്റിക്കറും കൂടി വിളിച്ചു കളയാട്ടാ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കണേ. അപ്പോൾ ഇനി നൈസായിട്ട് നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു സ്ക്രൂ ഇട്ടിട്ട് അതുമ്പോ വാഷർ ഇടാം, എന്നിട്ട് ആ ഹോളിലേക്ക് കൂടി കയറ്റിട്ട് അപ്പുറത്ത് കൂടി വരത്താം. എന്നിട്ട് അവിടെ ഒരു വാഷർ ഇടാം, എന്നിട്ട് അവിടെ ഞെട്ടിട്ടിട്ട് ടൈറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ ഹോളും കറക്റ്റ് ആക്കി സെറ്റ് ചെയ്തിട്ടേക്കണേ. കണ്ട, ഒരു വാഷർ ഇട്ട് അതിൻ്റെ അപ്പുറത്ത് നെട്ട് ഇട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. കാരണം പ്ലെയർ വെച്ചിട്ട് വേണം, അതായത് നമ്മൾ നെട്ടുമ്പോൾ പ്ലെയർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയത് നെട്ട് കാരണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കൈ കൊണ്ട് പിടിക്കാൻ ഓവർ ടൈറ്റ് നല്ല സ്ട്രോങ് കിട്ടുന്നുണ്ടെങ്കിൽ പ്ലെയർ എന്തായാലും വേണം നമുക്ക്. നല്ല രീതിയിൽ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ടത് നമ്മളെ ടിവിയുടെ തന്നെ 2 സ്പീക്കർ, ടിവിയുടെ 2 സ്പീക്കർ മൂരി പെയിന്റ് അടിച്ചിട്ടുണ്ടായത് വയർ കണ്ട, വയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ടത് അതായത് ഇവിടെ ഒരെണ്ണം കയറ്റാം, അതുപോലെ തന്നെ ഇവിടെയും കയറ്റി കഴിഞ്ഞാൽ സ്പീക്കർ 2 സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്ക് മെയിനായിട്ട് സബ്ബാണ് കയറ്റേണ്ടത്. ഈ ഒരു ഭാഗത്തിട്ടാ എടുത്ത് ഒരെണ്ണം ഇവിടെ വെക്കേണ്ട സ്ഥലം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ സ്പീക്കർ സെറ്റ് ആയിട്ടുണ്ട്, കണ്ടാ സ്പീക്കർ 2 സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഗൈസ്, അപ്പൊ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ അളവിൽ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഗ്ലൂ എടുത്തിട്ടുണ്ട്, തന്നെ പൊട്ടിപ്പോനെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. അണ്ട് നൈസായിട്ട് ഫുള്ളി ചുറ്റി എടുക്കാം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ സ്പീക്കറിന്റെ വയർ കൊടുത്ത് അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഫുൾ ഉള്ളിൽ സെറ്റ് ചെയ്ത് അതിന്റെ വയറും ഉണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടയർമ സ്ട്രബ് കയറ്റിയപ്പോൾ ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായി. ആ സ്ട്രിപ്പ് ലൈറ്റ് ഇതും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളെ സബ് നേരിട്ട് നമുക്ക് അതിൽ കയറ്റാം. അതെ, സബിന്റെ വയറാണ്, സബിന്റെ മെയിൻ വയറാണ്. അപ്പോൾ അതതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെ സബ് അതിലേക്ക് നൈസായിട്ട് കയറ്റാം. ലൈറ്റിന്റെ വയറാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ല ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്ന് സബ് ഒരാളെ ബാക്കിൽ നിന്ന് പിടിക്കണം, അല്ലെങ്കിൽ വെക്കാനായിട്ട് പറ്റില്ല നമുക്ക്. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിന്റെ ബാക്കിലെ അവസ്ഥ എന്നുള്ളത്. ലൈറ്റിന്റെ വയർ ഇത് മെയിൻ സബിന്റെ വയർ, അതുപോലെ തന്നെ ഇത് ലൈറ്റിന്റെ വയർ, അതായത് സബിന് കൊടുത്തേക്കണ ലൈറ്റിന്റെ വയർ. ഇത് നമ്മൾ ഉള്ളിൽ കൊടുത്തേക്കണ സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടാവും. ഇവിടെ ചുറ്റിന് സ്ട്രിപ്പ് ലൈറ്റ് അടിച്ചിട്ടുണ്ട്. അതിന്റെ വയറാണ് ഈ വന്നേക്കുന്നത്. ഈ 2 വയർ, അതായത് ഈ വയറും
അതുപോലെ തന്നെ ഇവിടെ നിന്ന് വന്നേക്കണ വയർ കൂടി മിക്സ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ഒരു വയർ. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ സബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ 2 സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ടിവിയുടെ ബാക്ക് വശം നമുക്ക് കഴുകി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇനി ബാക്ക് വശം വെച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലെ വയറിങ്, അതായത് നമ്മൾ ലൈറ്റിൻ്റെ വയർ പുറത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ വയറിങ് കാര്യങ്ങൾ ഈ ഹോളുകളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ബാക്ക് വശം വെച്ചാലേ സെറ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഇതേ വയറൊക്കെ പുറത്തേക്ക് ഇടാൻ കേട്ടോ. പുതിയ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പുതിയ വയറിംഗ് ഒക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. സെൻട്രലെല്ലാം കൂടി ഒന്നിച്ച് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാം, അടച്ചു വെക്കാം. അതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. മെയിനായിട്ട് സ്പീക്കർ സബ് ഒന്നും വർക്ക് ചെയ്യാൻ ടെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത്. കാരണം ഇത് ക്ലോസ് ചെയ്യാണ്ട് അടിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. നല്ല പവറാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ ടി വിയിൽ നിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ക്ലോസ് ചെയ്യാം നമുക്ക്. ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മറച്ച് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാം. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് ഈ സാധനം വിളിച്ച് കളയാം കേട്ടോ. അതായത് ബാക്കിൽ സ്റ്റിക്കറും കൂടി വിളിച്ചാലേ നമുക്ക് അതിന്റെ യഥാർത്ഥ ഫീല് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈബർ ഗ്ലാസ്. ഇതാണ് ഫുള്ള് വിളിച്ച് കളഞ്ഞിട്ടുള്ള വിഷ്വൽ എന്ന് പറയുന്നത്. നൈസായിട്ടുണ്ട്. അപ്പൊ ഞാൻ മൂടിയും കൂടി വെച്ച് കഴിയുമ്പോൾ ബാക്കിൽ സെറ്റ് ആവും. അപ്പൊ അത് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടാ. ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സബ്ബൊക്കെ വെച്ച് ലൈറ്റ് ഒക്കെ ഇട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് അവിടെ ഫുള്ള് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 2 പേരാണ് ആകെ വന്നേക്കുന്നത്, ലൈറ്റിന്റെയും അതുപോലെ തന്നെ സബിന്റെയും. അപ്പൊ നമ്മൾ ടിവിയുടെ സ്റ്റാൻഡ് തന്നെ വെച്ചേക്കുന്നത് കണ്ടാ, സംഭവം സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ടിവിയുടെ വെയിറ്റ് ഇല്ല, കാരണം മെയിൻ ആയിട്ട് സബിന്റെ വെയിറ്റ് അല്ലേ വരുന്നുള്ളൂ. ബോക്സിന് അധികം വെയിറ്റ് ഇല്ലാത്ത സീനില്ല. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് വെച്ച് ടെസ്റ്റ് ചെയ്യാം. നൈറ്റ് ആവട്ടെ, നൈറ്റിൽ നമുക്ക് ഡാൻസ് കളിച്ച് കുറച്ചുകൂടി സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ പാട്ട് വെക്കാണ്ട ഫസ്റ്റ് പാർട്ട്. അപ്പൊ നമ്മൾ ബ്ലൂടൂത്ത് വഴി ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാട്ട് വെക്കാം. ഫസ്റ്റത്തെ പാട്ട് പാണ്ട. Credit cards and scams, ain't no X in the van. Legacies, family, ain't see that like a plan. Been on the macho like Ryan, go out to the grand. Nigga bullet your band, killers understand. I got broads in the land, just to be in the van. Credit cards and scams in the van. Legacy, family. അപ്പൊ എന്തായാലും ഇതാണ് കാലത്തെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. അതായത് ഇതാണ് കാലത്തെ ഒരു എന്താ പറയാ ഫീൽ എന്ന് പറയുന്നത്. അപ്പൊ നൈറ്റ് നമുക്ക് പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ നൈറ്റിലെ വിഷ്വൽസ് കണ്ടിട്ട് വരാട്ടോ. സ്കിപ്പ് അടിക്കുന്ന ഡാൻസ് ഫുള്ളായിട്ട് കണ്ടോ. നൈസ് സാധനം എന്തായാലും.
നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ Siapa terdengar tubuh ada tertanya cinta terjangka kena siapa dan kering dah sama mata depan berdepan nak berpada mana tak ada mati rele sakit dena dari kira-kira jadi dunia laya bisa dari rasa tidak perlu எல்லாருக்கும் உன்னையே பிடிச்சிருக்கு தெரியுமா? உன் ஸ்டைலும் அழகும் இன்னும் உன்னை விட்டு போகல. By DJ Fabrics. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചു, ഇപ്പൊ തന്നെ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിച്ചു. അതിന്റെ കാരണം താഴെ എന്തായാലും കമന്റ് ചെയ്താൽ മതി. പിന്നെ എന്നോട് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ആക്കിയ ഞാൻ അക്കൗണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. റിയൽ ജാസ് എന്നാണ് അക്കൗണ്ടിന്റെ പേര്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഇതിൽ നല്ല നല്ല വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഹെവി വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ എന്താ പറയാ, ഇതിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വരാട്ടാ. അപ്പൊ അതുവരേക്കും ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ signing out.